ഓം മഹേശ്വരിയെ നമഃ. ലളിത സഹസ്രനാമം അർത്ഥം. ഇന്ന് അവസാനത്തെ 8 വരി നാമങ്ങളുടെ അർത്ഥമാണ് പറയുന്നത്. വരികൾ ഏതെല്ലാം എന്ന് നോക്കാം. ധരാധര സുധാ ധന്യ ധർമ്മിണി ധർമ്മവർദ്ധിനി ലോകാതീത ഗുണാതീത സർവാതീത ശമാത്മിക ബന്ധുക കുസുമപ്രഖ്യ ബാലാലീലാ വിനോദിനി സുമംഗലി സുഖകരി സുവേഷാദ്യ സുവാസിനി സുവാസിന്യർച്ചന പ്രീത ശോഭന ശുദ്ധമാനസ ബിന്ദുതർപ്പണ സന്തുഷ്ട പൂർവജ ത്രിപുരാംബിക ദശമുദ്ര സമാരാധ്യ ത്രിപുര ശ്രീവശങ്കരി ജ്ഞാനമുദ്ര ജ്ഞാനഗമ്യ ജ്ഞാനജ്ഞേയസ്വരൂപിണി യോനിമുദ്ര ത്രികണ്ഠേശി ത്രിഗുണാംബ ത്രികോണക അനഘാത്ഭുത ചാരിത്ര വാഞ്ചിതാർത്ഥപ്രദായിനി അഭ്യാസാതിശയജ്ഞാത ഷഡദ്വാതീതരൂപിണി അവ്യാജ കരുണാമൂർത്തി അജ്ഞാനദ്വാന്തദീപിക ആബാലഗോപവീദിത സർവാനുല്യംഗ്യശാസന ശ്രീചക്രരാജനിലയ ശ്രീമത് ത്രിപുരസുന്ദരി ശ്രീ ശിവ ശിവശക്തിഐക്യരൂപിണി ശ്രീ ലളിതാംബിക. ഇത് ശ്രീ ലളിത സഹസ്രനാമസ്തോത്രം സമ്പൂർണ്ണം. ഇനി നമുക്ക് അർത്ഥം നോക്കാം. ആദ്യം ധരാധര സുധാ ധന്യ ധർമ്മിണി ധർമ്മവർദ്ധിനി. ധര എല്ലാ ചരാചരങ്ങളെയും ചുമക്കുന്നവളാണ് ദേവി. ധരസുധ ഹിമവൽ പുത്രിയായതും ദേവി തന്നെയാണ്. ധന്യ കൃതാർത്ഥയായവളാണ് ദേവി. ധനധാന്യ സമൃദ്ധിയോട് കൂടിയവളാണ് ദേവി. ധർമ്മിണി എന്നും ധർമ്മം മാത്രം ആചരിക്കുന്നവളാണ് ദേവി. ധർമ്മവർദ്ധിനി ഭക്തന്മാരിൽ ധർമ്മത്തെ പോഷിപ്പിക്കുന്നവളാണ് ദേവി. ധർമ്മങ്ങൾ ജിതേന്ദ്രിയം ശൗചര്യം മാംഗല്യം ഭക്തി ഇവയാണ് ധർമ്മങ്ങൾ. ലോകാതീത ഗുണാതീത സർവാതീത ശമാത്മിക. ലോകാതീത എല്ലാ ലോകങ്ങളെയും അതിക്രമിച്ചിരിക്കുന്നവളും ദേവി തന്നെയാണ്. ഗുണാതീത സത്വരജ തമോ ഗുണങ്ങൾക്ക് അതീതമായവളാണ് ദേവി. നിർഗുണയാണ്. സർവാതീത എല്ലാറ്റിനെയും അതിക്രമിച്ചിരിക്കുന്നവളാണ് ദേവി. ശമാത്മിക ശാന്ത സ്വഭാവത്തോടു കൂടിയവളാണ് ദേവി. ബന്ധുക കുസുമപ്രഖ്യ ബാല ലീലാവിനോദിനി. ബന്ധുക കുസുമപ്രഖ്യ ചെമ്പരത്തിപ്പൂവിൻ്റെ ശോഭയോട് കൂടിയവളാണ് ദേവി. ബാല യൗവനയുക്തയായവൾ. ബാല എന്ന മന്ത്രത്തിൻ്റെ ദേവതയും ദേവി തന്നെയാണ്. ലീലാവിനോദിനി ജഗൽ സൃഷ്ടിയാകുന്ന ലീല കൊണ്ട് വിനോദിക്കുന്നവളാണ് ദേവി. സുമംഗലി സുഖകരി സുവേഷാഢ്യ സുവാസിനി. സുമംഗലി ശോഭനമായ മാംഗല്യത്തോട് കൂടിയവളാണ് ദേവി. സുഖകരി ഭക്തന്മാർക്ക് സുഖത്തെ പ്രദാനം ചെയ്യുന്നവളാണ് ദേവി. സുവേഷാഢ്യ സുന്ദരമായ വേഷാദികളാൽ ശോഭിക്കുന്നവളാണ് ദേവി. സുവാസിനി സുഗന്ധത്തോടു കൂടിയവൾ ഐശ്വര്യത്തോടു കൂടിയവളാണ് ദേവി. സുവാസിൻ അർച്ചനപ്രീത ശോഭന ശുദ്ധമാനസ. സുവാസിൻ അർച്ചനപ്രീത സുഖമായി വസിക്കുന്ന സ്ത്രീകളുടെ അർച്ചനയിൽ പ്രീതിയുള്ളവളാണ് ദേവി. അശോഭന വർദ്ധിച്ച ശോഭയോട് കൂടിയവളാണ് ദേവി. ശുദ്ധമാനസ പരിശുദ്ധമായ മനസ്സോട് കൂടിയവളാണ് ദേവി. ബിന്ദുതർപ്പണ സന്തുഷ്ട പൂർവജ ത്രിപുരാംബിക. ബിന്ദുതർപ്പണ സന്തുഷ്ട ശ്രീചക്രത്തിൻ്റെ മധ്യബിന്ദുവിലുള്ള തർപ്പണം കൊണ്ട് സന്തോഷിക്കുന്നവളാണ് ദേവി. പൂർവജ എല്ലാവരിലും വെച്ച് ആദ്യം ജനിച്ചവളാണ് ദേവി. ത്രിപുരാംബിക ത്രിപുരാംബിക എന്ന പേരോട് കൂടിയവളും ദേവി തന്നെയാണ്. നാദം ബിന്ദു കല എന്നിങ്ങനെ സൃഷ്ടിപരമായ കാര്യങ്ങളുടെ അമ്പയായവളാണ് ദേവി. ജാഗ്രത സ്വപ്നം സുഷുപ്തി ഈ അവസ്ഥകളും ദേവി തന്നെയാണ്. ദശമുദ്ര സമാരാധ്യ ത്രിപുര ശ്രീവശങ്കരി. ദശമുദ്ര സമാരാധ്യ 10 മുദ്രകളെ കൊണ്ട് വേണ്ടും വിധം ആരാധിക്കപ്പെടുന്നവളാണ് ദേവി. ത്രിപുരാശ്രീ വശങ്കരി ത്രിപുരാശ്രീ എന്ന ദേവിയെ വശത്താക്കിയവളാണ് ദേവി. ജ്ഞാനമുദ്ര. അടുത്തത് ജ്ഞാനമുദ്ര ജ്ഞാനഗമ്യ ജ്ഞാനജ്ഞേയസ്വരൂപിണി. ജ്ഞാനമുദ്ര ജ്ഞാനം അഥവാ ചിന്മുദ്രയോട് കൂടിയവളാണ് ദേവി. ജ്ഞാനഗമ്യ ജ്ഞാനയോഗത്തിൽ കൂടി പ്രാപിക്കപ്പെടുന്നവളാണ് ദേവി. ജ്ഞാനജ്ഞേയസ്വരൂപിണി സ്വയം ജ്ഞാനത്തിൻ്റെയും ജ്ഞേയത്തിൻ്റെയും സ്വരൂപത്തിലിരിക്കുന്നവളും ദേവി തന്നെയാണ്. യോനിമുദ്ര ത്രികണ്ഠേശി ത്രിഗുണാംബ ത്രികോണക. യോനിമുദ്രാരൂപിണിയായവളും ദേവി തന്നെയാണ്. സൃഷ്ടിയെ പ്രതിനിധാനം ചെയ്യുന്ന 9ാമത്തെ മുദ്രയാണിത്. ത്രികണ്ഠേശി ത്രികണ്ഠങ്ങളുടെ അധിഷ്ഠാന ദേവതയായവളാണ് ദേവി. ബ്രഹ്മരന്ധ്രം മണിപൂരകം മൂലാധാരം ഇവയാണ് ത്രികണ്ഠങ്ങൾ. ത്രികണ്ഠം എന്നത് 10ാമത്തെ മുദ്രയാണ്.
ത്രിഗുണ സത്വരജ തമോ ഗുണങ്ങളുടെ രൂപത്തിലുള്ളതും ദേവി തന്നെയാണ്. അംബ ലോകമാതാവായവളാണ് ദേവി. ത്രികോണക ശ്രീചക്രത്തിൻ്റെ യോനിചക്രമെന്ന ത്രികോണത്തിൽ ഇരിക്കുന്നവളാണ് ദേവി. അനഘാത്ഭുത ചാരിത്ര വാച്ചിതാർത്ഥപ്രദായിനി അനഘ പാപരഹിതയായവളാണ് ദേവി. അത്ഭുത ചരാരിത്ര വിസ്മയം ജനിപ്പിക്കുന്ന കഥകളോട് കൂടിയവളാണ് ദേവി. വാഞ്ചിതാർത്ഥപ്രദായിനി തന്നെ ഉപാസിക്കുന്നവരാൽ ആഗ്രഹിക്കപ്പെടുന്ന എല്ലാ അർത്ഥങ്ങളെയും പ്രദാനം ചെയ്യുന്നവളാണ് ദേവി. അഭ്യാസാതിശേജ്ഞാത ആധ്യാത്മികമായ അത്യധ്വാനപരമായ അഭ്യാസത്താൽ മാത്രം അറിയപ്പെടുന്നവളാണ് ദേവി. ഷഡത്വാതീത രൂപിണി ആരാധനകൾക്കുള്ള 6 മാർഗങ്ങൾക്കും അതീതമായ രൂപത്തോടു കൂടിയവളാണ് ദേവി. 6 മാർഗങ്ങൾ സൗരം, ശാക്തം, ഗാണപത്യം, ശൈവം, വൈഷ്ണവം, ബൗദ്ധം ഇവയാണ് 6 മാർഗങ്ങൾ. അടുത്തത് അവ്യാജ കരുണാമൂർത്തി അജ്ഞാനദ്വാന്തദീപിക. അവ്യാജ കരുണാമൂർത്തി കാപട്യം കലരാത്ത കാരുണ്യത്തിൻ്റെ മൂർത്തി ഭാവമായവളാണ് ദേവി. അജ്ഞാനദ്വാന്തദീപിക അജ്ഞാനമാകുന്ന ഇരുട്ടിനെ അകറ്റുന്ന ദീപമായവളാണ് ദേവി. ആബാല ഗോപവിദിത സർവാനുല്യംഘ്യ ശാസന. ആബാല ഗോപവിദിത ബാലന്മാർ മുതൽ പശുക്കളെ മേയ്ക്കുന്നവർ വരെ ഉള്ളവരല്ല ഒരേപോലെ അറിയപ്പെടുന്നവളാണ് ദേവി. ഗോ എന്ന പദത്തിന് ഭൂമി എന്നൊരർത്ഥം കൂടിയുണ്ട്. അപ്പോൾ ഗോപൻ രാജാവ് എന്നും എടുക്കാവുന്നതാണ്. സർവാനുല്യംഘ്യ ശാസന ആരെയും ലംഘിക്കപ്പെടുവാൻ കഴിയാത്ത ആജ്ഞയോട് കൂടിയവളാണ് ദേവി. ശ്രീ ചക്രനിലയ ശ്രീമദ് ത്രിപുരസുന്ദരി ഐശ്വര്യപൂർണവും ത്രിപുരാജ്ഞനുമായ ശിവൻ്റെ പത്നിയായവളാണ് ദേവി. ശ്രീ ശിവ ഐശ്വര്യയുക്തയായ ശിവപത്നിയായവളാണ് ദേവി. ശിവശക്തിഐക്യരൂപിണി ശിവൻ്റെയും ശക്തിയുടെയും ഐക്യത്തിൻ്റെ മൂർത്തിമത്തായ സ്വരൂപത്തോടു കൂടിയവളാണ് ദേവി. അവസാനത്തെ നാമം 1000 നാമത്തിൽ അവസാനത്ത് ലളിതാംബിക. ലീലാസ്വരൂപിണിയായ ലളിതയായും അംബികയായും ഇരിക്കുന്നവൾ ദേവി തന്നെയാണ്. വിശ്വത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെല്ലാം ദേവിയുടെ വെറും ലീലകളാണ്. ദേവി ഈ വിശ്വത്തിൻ്റെ മാതാവാണ്. ഇപ്രകാരം ശ്രീ ലളിതാദേവിയുടെ 1000 നാമങ്ങൾ ഗാനം ചെയ്യപ്പെട്ടു. ദേവി ലളിതാംബികയായവളാണ്. ലളിത പരമേശ്വരിയാണ്. ഈ ലളിതാ പരമേശ്വരിയെ നാമങ്ങൾ അർത്ഥമറിഞ്ഞ് ജപിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫലം ഉറപ്പാണ്. അത്രയധികം വിവരമൊന്നുമില്ല എങ്കിലും അറിയുന്നത് പോലെ എന്ന് അറിയാത്തവർക്കായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കണമെന്ന് തോന്നി. തെറ്റുണ്ടെങ്കിൽ ദേവി ക്ഷമിക്കുമെന്ന് കരുതുന്നു. എല്ലാം ദേവിയുടെ അനുഗ്രഹം. ഇത്രയും പറഞ്ഞു തീരുമെന്ന് ഒരിക്കലും കരുതിയതല്ല. ഇത്രയും പറഞ്ഞു തരാൻ ദേവിയുടെ കരുണ കൊണ്ട് മാത്രം കഴിഞ്ഞതാണ്. 1000 നാമങ്ങളും ദേവിയുടെ പാദത്തിൽ സമർപ്പിക്കുന്നു. ലളിതാ പരമേശ്വരിയുടെ 1000 നാമങ്ങളും ദേവിയുടെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് എല്ലാവരെയും ദേവി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം ശ്രീ ലളിതാ പരമേശ്വരിയേ നമഃ. ഓം ശ്രീ മഹാദേവിയേ നമഃ. ഓം ശ്രീ മഹാദേവിയേ നമഃ. എല്ലാവരെയും ദേവി അനുഗ്രഹിക്കട്ടെ. ഓം മഹാദേവിയേ നമഃ.